السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن الذكر تنفع المؤمنين. قال الله عز وجل. ഏറ്റവും സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, നമ്മൾ ജീവിതത്തിൽ ഉസ്താദുമാരുടെ വാദങ്ങൾ കേൾക്കാറുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം, തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ജീവിക്കണം, നന്മകൾ മാത്രം ചെയ്ത് ജീവിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകും, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഒരു പക്ഷേ പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിരിക്കും, ഒരവസ്ഥയായിരിക്കും. രൂപമെന്നല്ല, ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആ വായനയിലൂടെ പറയുന്നത് നമുക്കൊക്കെ അറിയുന്നതന്നെ, എല്ലാവർക്കും അറിയുന്നതന്നെ, എല്ലാവരും ഒരു ഉണർത്തലാണ്. അള്ളാഹുവിനെ ഭയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അള്ളാഹിനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ ഏറെ സ്നേഹിക്കുന്നു എന്നാണ്. അള്ളാഹു സ്നേഹിക്കുന്നു, എല്ലാ ജനങ്ങളെയും എല്ലാവരും സ്നേഹിക്കുന്നു. പിന്നെ അപ്പോ അള്ളാഹുവിൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ ആ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ നാം വെറുപ്പിക്കുകയാണോ? അള്ളാഹുവിനെ വെറുപ്പിക്കുക, അള്ളാഹുവിന്റെ സ്നേഹം കുറഞ്ഞു പോവുക, ഇത് വരുന്ന അവസ്ഥ ഉണ്ടായിത്തീരുമോ എന്ന ഭയമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മിൽ നിന്ന് തെറ്റുകളോ മറ്റോ വന്നു പോകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് നമ്മിൽ നിന്ന് വന്നു പോകുന്നല്ലോ എന്ന ഭയമാണ്. അള്ളാഹുവിന്റെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന ഭയമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് ആ വായനയുടെ പറഞ്ഞത്. അപ്പോ അത് കേട്ടപ്പോൾ, നമ്മൾക്ക് അറിയുന്നതാണെങ്കിലും അത് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാതെ ഒരു സന്തോഷവും ഒരു വല്ലാത്ത അനുഭൂതിയൊക്കെ തോന്നിക്കും. കാരണം നമ്മളതിനെ ചിന്തിച്ചു നോക്കുക, ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്കുണ്ടാവുന്ന സന്തോഷവും ഒക്കെ എത്ര വലുതായിരിക്കും. ആ അള്ളാഹുവിനോടാണല്ലോ നമ്മൾ അവൻ ഇഷ്ടപ്പെടാത്ത തിന്മകളും മറ്റും ചെയ്ത് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നില്ല, സ്വാഭാവികമായി. അതാണ് കാര്യം. അല്ലാതെ അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭീകര രൂപത്തിൽ ശിക്ഷിക്കുന്ന ഒരാളായിട്ട് ആ രൂപത്തിൽ കരുതണ്ട എന്ന രൂപത്തിലാണ് ആ ഉസ്താദ് അവിടെ വാല്യം പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതൊക്കെ നിങ്ങളോട് പങ്കുവെച്ച് നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. കാരണം സത്യവിശ്വാസികൾക്ക് സതുപദേശം ഉപകരിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അത് പ്രകാരം നിങ്ങൾ ഓരോരുത്തർക്കും ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ വീഡിയോക്ക് സന്തോഷം തോന്നുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഒരു സൽക്കർമ്മമായിരിക്കുമെന്ന് കരുതി അത് ഷെയർ ചെയ്ത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.